Hi students, today we will learn an important concept based on chemistry, the neutralization reaction. So, the definition about neutralization. An acid and a base react to form water and salt, and it involves the combination of H plus ions and OH minus ions to generate water. അതായത് നിർവീരീകരണം എന്താണെന്ന് പറയാം. ആസിഡും ആൽക്കലിയും ഒരു പ്രത്യേക അളവിൽ അല്ലെങ്കിൽ അനുപാതത്തിൽ രാസബന്ധനത്തിൽ ഏർപ്പെട്ട് അമ്ലത്തിന്റെയോ ആൽക്കലിയുടെയോ ഗുണങ്ങൾ പരിപൂർണമായി ഇല്ലാത്ത പുതിയൊരു ലവണവും ജലവും ഉണ്ടാകുന്നു. അതായത് ആ H പ്ലസ് അയോണും OH മൈനസ് അയോണും ചേർന്ന ജലമുണ്ടാകുന്നു, ലവണമുണ്ടാകുന്നു. അപ്പോൾ ഇതാണ് നിർവീരീകരണം. Then the neutralization reaction equation. Acid plus base or alkali, it gives salt and water. The example is HCl plus NaOH gives H plus plus and OH minus plus NaCl. That is HCl plus NaOH gives H2O plus NaCl. അതായത് നിർവീരീകരണ സൂത്രവാക്യം. നിർവീരീകരണ രാസബന്ധനത്തിന്റെ സൂത്രവാക്യമാണ് പറയാൻ പോകുന്നത്. ആസിഡും ആൽക്കലിയും തമ്മിൽ രാസബന്ധനത്തിൽ ഏർപ്പെട്ട് ലവണവും ജലവും ഉണ്ടാകുന്നു. അപ്പോൾ എക്സാമ്പിൾ എന്താണ്? HCl പ്ലസ് NaOH, അതായത് ഹൈഡ്രോക്ലോറിക് ആസിഡ് പ്ലസ് സോഡിയം ഹൈഡ്രോക്സൈഡ്. അത് രണ്ടും ചേർന്ന് എന്താണ്? H പ്ലസ് പ്ലസ് OH മൈനസ് എന്ന് പറയുന്ന അയോണുകളും കൂടെ NaCl സോഡിയം ക്ലോറൈഡും ഉണ്ടാകുന്നു. അതായത് ഹൈഡ്രോക്ലോറിക് ആസിഡ് പ്ലസ് സോഡിയം ഹൈഡ്രോക്സൈഡ് ഗീവ്സ് ജലം കൂടെ സോഡിയം ക്ലോറൈഡ്, അതായത് ഒരു ലവണവും ജലവും ഉണ്ടാകുന്ന ആ സൂത്രവാക്യം വളരെ സിമ്പിൾ ആയിട്ടാണ് പറയുന്നത്. അപ്പൊ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ എന്താണ്? ആസിഡും ആൽക്കലിയും ചേർന്ന് കഴിഞ്ഞാൽ ഒരു ലവണവും ജലവും ഉണ്ടാകുന്നു. അതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ട് നിർവീരീകരണം അതിന്റെ സൂത്രവാക്യത്തിൽ പഠിക്കാനും മനസ്സിലാക്കാനും ഉള്ളത്. The next topic is neutralization reactions applications. നിർവീരീകരണം അതിന്റെ ഉപയോഗങ്ങൾ. First one is titration methods. അനുമാപനം. അതായത് ലായനികൾ, ലവണങ്ങൾ അവയുടെയൊക്കെ സാന്ദ്രത മനസ്സിലാക്കുക. അടുത്തത് വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ്, മലിനജല സംസ്കരണം. നാനോ മെറ്റീരിയൽ സിന്തസിസ്, നാനോ മെറ്റീരിയൽ അതിന്റെ സംയോഗങ്ങൾ. അടുത്തത് അവർ ഡൈജസ്റ്റീവ് സിസ്റ്റം, നമ്മുടെ ദഹന വ്യവസ്ഥയില്. അടുത്തത് കൺട്രോളിംഗ് സോയിൽ pH, that is fertilizers. എക്സാമ്പിൾ ലൈംസ്റ്റോൺ, that is calcium carbonate. ഇതില് മണ്ണിന്റെ pH നിയന്ത്രണമാണ് പറയുന്നത്. അതായത് നമ്മുടെ കൃഷിയില് വളങ്ങളായിട്ട് മണ്ണിന്റെ കൂടെ നീറ്റൊക്കെ ചേർത്ത് അതിന്റെ ഉള്ളിലുള്ള ആസിഡ് സ്വഭാവം അത് മാറ്റും. അതാണ് അപ്പൊ മണ്ണിന്റെ pH നിയന്ത്രണം. അടുത്തത് യൂസ് ഓഫ് ആന്റാസിഡ്സ്, ആന്റാസിഡുകളുടെ ഉപയോഗം. എന്തിനാണ്? ഗ്യാസ്ട്രിക് പ്രോബ്ലംസിനൊക്കെ ഇല്ലേ, ദഹന പ്രശ്നങ്ങൾക്ക് ആന്റാസിഡുകൾ, മരുന്നുകൾ അവ ഉപയോഗിക്കുന്നു. ഹെയർ ഷാംപൂ ആൻഡ് കണ്ടീഷണർ, ഹെയർ ഷാംപൂ കണ്ടീഷണർ. അപ്പൊ ഒന്ന് ആസിഡിക് സ്വഭാവം ഉള്ളത്, മറ്റൊരു ബേസിക് സ്വഭാവം ഉള്ളത്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ഹെയറിൽ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഹെയർ ബിക്കംസ് മോർ ഷൈനി. അപ്പൊ എന്താണ്? മുടി നല്ല തിളക്കമുള്ളതൊക്കെ ആയിട്ട് കാണും. അപ്പൊ അവിടെ ഉണ്ടാകുന്ന പ്രവർത്തനം എന്താന്ന് വെച്ചാൽ ഈ ന്യൂട്രലൈസേഷൻ ആണ്. അടുത്തത് ടൂത്ത് ഡീക്കേ, നമ്മുടെ പല്ല് അതിന്റെ നശീകരണം. അടുത്തത് ബീസ്റ്റിംഗ് ആൻഡ് ബേക്കിംഗ് പൗഡർ, അതായത് തേനീച്ച കുത്തം. നമ്മുടെ ശരീരത്തിലൊക്കെ തേനീച്ചയോ പഴമല്ലോ ഒക്കെ കുത്താറുണ്ട്. അപ്പൊ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ബേക്കിംഗ് പൗഡർ അത് നന്നായിട്ട് ഇത്തിരി വെള്ളത്തിൽ ചാലിച്ച്
ആ കുത്തേറ്റ ഭാഗത്ത് പുരട്ടി കഴിഞ്ഞാൽ അപ്പം നമുക്ക് പെട്ടെന്ന് ആ വേദനയ്ക്ക് കുറവുണ്ടാകും. അപ്പോൾ ഇതൊക്കെയാണ് കുറേയധികം applications. The last one is the example about neutralization. Water molecule is neutral, then the reactants. It has same number of protons and electrons, that is total 10 protons and 10 electrons. 8 from the oxygen atom and 1 from each 2 hydrogen atom. Second reason is it produces equal amounts of H plus ions and OH minus ions, that is hydrogen ions and hydroxide ions. It forms when it dissociates. ഇനി ജലതന്മാത്ര ന്യൂട്രൽ ആണോ? അതിനുള്ള കാരണങ്ങൾ ന്യൂട്രൽ ആണ്, അതിനുള്ള കാരണങ്ങൾ പറയാം. ഒരേ നമ്പർ പ്രോട്ടോണും ഇലക്ട്രോണും ഉണ്ട്. 10 പ്രോട്ടോണുകളും 10 ഇലക്ട്രോണുകളും ഉണ്ട്. 8 എണ്ണം ഓക്സിജൻ ആറ്റത്തിലും 1 എണ്ണം 2 ഹൈഡ്രജൻ ആറ്റങ്ങളിലും. അടുത്തത് ജലത്തെ വേർതിരിക്കുമ്പോൾ ഒരേ അളവിൽ H+ അയോണുകളും OH- അയോണുകളും ഉണ്ടാകുന്നു. അതായത് ഹൈഡ്രജൻ അയോൺസും ഹൈഡ്രോക്സൈഡ് അയോണുകളും ഇത് രണ്ടും ഒരേ അളവിൽ തന്നെ ഉണ്ടാകും. അപ്പൊ ഇന്ന് പഠിപ്പിച്ച ന്യൂട്രലൈസേഷൻ ആ ഭാഗം നന്നായി മനസ്സിലായില്ലേ? ഓക്കെ, താങ്ക് യു.